ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായ അല്ലെങ്കിൽ മസൽസ്. ക്യൂട്ട്നെസ് തരവാന്ന് ആരും വിചാരിക്കല്ലേ. ചേട്ടൻ്റെ വീഡിയോ എടുപ്പുണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കോമളിയാക്കിയതാണ്. അയ്യോ, കവറിന് നോവും. വെട്ടവിടുന്ന് വെട്ട്, തുറക്ക്, കമത്ത്. അങ്ങനെ ഇത് നമ്മൾ അസ്തേന്ന് മേടിച്ചേക്കുന്നതാണ് ഈ സാധനം. ഇത് ഓൾറെഡി കുക്ക്ഡാണ്, എന്നാലും ഞാനത് കഴുകും. അതിൻ്റെ ഒരു രീതിയാണ്. എന്ത് സാധനം കുക്കഡാണേലും അല്ലെങ്കിലും ഇങ്ങനെ ഫ്രോസൺ മേടിച്ച് ഞാൻ കഴുകാതെ ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ തവണ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു റോസ്റ്റ് പോലെയാണ് ഞാൻ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടയിൽ പോയി മേടിച്ച പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിൾ എൻ്റെ കുറേ നാളായി. അപ്പോൾ പൈനാപ്പിൾ മേടിച്ചാണ്. നല്ല പുളിയായിരുന്നു. തിന്നാൻ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടങ്ങ് തിന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനത് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കല്ലുമ്മക്കായ മൊത്തത്തിലിട്ട് ഞാൻ വറുത്തെടുക്കുക. കുറച്ചായിട്ട് ഇടുന്നില്ല, മൊത്തത്തിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. ഓൾറെഡി കുക്കറാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും സാധനം. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ ഇടുകയാണേ. നമ്മൾ കല്ലുമ്മക്കായ നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ കുറച്ചുകൂടെ ആയിട്ട് എടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ടേസ്റ്റ് പോലും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ചേട്ടന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് സവാളയും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സാധനം ആയത് നമ്മളൊരു പാത്രത്തിലേക്ക് വറുത്ത് കോരി വെക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഫ്രൈ ചെയ്തെടുത്തു ആ എണ്ണയിൽ. അത് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഒരുപാട് വഴന്ന് റോസ്റ്റൊന്നും ആവണ്ട, കുറച്ച് വഴന്നാൽ മതി. സവാള ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത്, ഗരം മസാല വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെയാണ് ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നമ്മുടെ വറുത്ത് കോരി വെച്ചേക്കുന്ന കല്ലുമ്മക്കായ ഇതിനകത്തേക്ക് ഇടുക, മിക്സ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ഒക്കെ കൂടെ ആഡ് ചെയ്യാം. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ കുറച്ച് കറിവേപ്പില മാത്രം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയിട്ട് ചേട്ടനെ കൊണ്ട് ട്രൈ ചെയ്യിക്കാം. എനിക്ക് ടേസ്റ്റ് അറിയില്ലാത്തതുകൊണ്ട് ചേട്ടനാണ് കേട്ടോ അതിൻ്റെ ആൾ. ചേട്ടൻ കുറേ കാലത്തിന് ശേഷമാണ് ഇത് കഴിക്കണത്. ഇവിടെ വന്നിട്ട് നമ്മൾ കഴിച്ചിട്ടില്ലത്. അപ്പോൾ ആദ്യമായിട്ടാണ് കഴിക്കണത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും, എനിക്കും അറിയില്ല. സൂപ്പറാണ്. കുറേ നാൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ്.